ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ അരുമനാഥനാം ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഡെലിവറൻസ് മീറ്റിംഗിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൂമിലും യൂട്യൂബിലുമായി ഈ ഓൺലൈൻ മിനിസ്ട്രി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും അസാധാരണമായ വീര്യപ്രവൃത്തികൾ ഇന്ന് രാത്രി കർത്താവ് ചെയ്യും. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ ദിവസവും 2 നേരവും ഈ രാവിലെ വൈകുന്നേരവുമായി നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ വാച്ച് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു, എല്ലാ ദിവസവും ഞങ്ങളുടെ ഈ മീറ്റിംഗ് ദിവസവും വൈകുന്നേരം ലൈവായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നു. മോർണിംഗ് മെസ്സേജുകളുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അതാത് സമയങ്ങളിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും വൈകാതെ നമ്മുടെ മീറ്റിങ്ങുകളിൽ പ്രവേശിക്കാനുള്ള അവസരവുമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിന്റെ അവസാന സമയങ്ങളിൽ ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പർ ഞങ്ങൾ സ്ക്രീൻ ചെയ്യും. നിങ്ങൾക്ക് ആ പ്രെയർ ലൈൻ നമ്പർ നോട്ട് ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ അതേ നമ്പറിൽ തന്നെ വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലഭ്യമായ സമയത്തൊക്കെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങൾ മധ്യസ്ഥത അണയ്ക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും ഒരു വിടുതലും ഒക്കെയായി മാറുവാൻ ഇടയായി തീരുമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. അവരും അനുഗ്രഹം പ്രാപിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാകുന്നുവല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. ആമേൻ. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രെയർ ലൈൻ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോട്ട് ചെയ്യാനുള്ള അവസരവുമൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് ഞങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരു നിമിഷം മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങും. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ദൈവവചനമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വളരെ ആഴമേറിയ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ആ വെളിപ്പാടുകളോടുകൂടെയാണ് ഇന്നത്തെ ഈ വിടുതൽ ശുശ്രൂഷ നാം അനുഭവിക്കാനായി പോകുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിൽ ഭവനത്തിൽ ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി കർത്താവ് നൽകും എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 1 മുതൽ 8 വരെയുള്ള ദൈവവചനം നമുക്ക് ചിന്തയ്ക്കായി എടുക്കാം. ഒത്തിരി കേട്ടിട്ടുള്ളതാണെങ്കിലും ഭയങ്കര വെളിപ്പാടാകട്ടോ കർത്താവ് ഇതിനകത്തുനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നത്. ആ ദൈവവചന വെളിപ്പാടുകൾ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണ ഭയത്തോടെ ഭക്തിയോടെ താഴ്മയോടെ കർത്തൃ നാമത്തിന് കീഴ്പ്പെട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്നവനോട് ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിന്മേൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. ഞാൻ 13 വരെയുള്ള വാക്യം ഞാനിപ്പോൾ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗദരദേശത്തുള്ള
ഒരു മനുഷ്യന്റെ കാര്യമാണ് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഗദരദേശത്തുള്ള ഒരു മനുഷ്യന്റെ കാര്യം. എന്നാൽ ഗദരദേശത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ചല്ല സുവിശേഷം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഗദരദേശത്തുള്ള ഭൂതഗ്രസ്തനെ കുറിച്ചാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ഗദരദേശത്തുള്ളത് ഭൂതഗ്രസ്തനായിരുന്നില്ല, ഗദരദേശത്ത് താമസിച്ചിരുന്നത് മനുഷ്യനായിരുന്നു. ഈ മനുഷ്യൻ ഭൂതഗ്രസ്തനായത് ഭൂതം ആ മനുഷ്യന്റെ മേൽ ബാധിച്ചതിനു ശേഷം മാത്രമാണ്. ഒരു മനുഷ്യനും ഭൂതമായിട്ടല്ല ജനിക്കുന്നത്, ഒരു മനുഷ്യനും ഭൂതത്തോടു കൂടെയല്ല ജനിക്കുന്നത്. എന്നാൽ ഭൂതം ഒരു മനുഷ്യനെ കയറി പിടിച്ചിട്ട് ബാധിച്ചിട്ട് ശേഷം അവനെ ഭൂതബാധിതൻ എന്ന് പറയുന്നു. സുവിശേഷങ്ങൾ പോലും അവിടെ ഈ മനുഷ്യനെ ഭൂതഗ്രസ്തൻ എന്നൊരു തലക്കെട്ടിലാണ് പഠന ബൈബിളുകളിലൊക്കെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബൈബിളിലൊക്കെ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ഉപമ അല്ലെങ്കിൽ ഭൂതഗ്രസ്തൻ എന്ന് പറഞ്ഞാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ ആത്മാവ് അവനെ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ എന്നാണ്. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ, ദൈവം ഒരു മനുഷ്യനു വേണ്ടിയാണ് പടക് കയറി ഗദരദേശത്തെത്തിയിരിക്കുന്നത്. ഗദര എന്ന വാക്ക് ഒരു പട്ടണത്തിന് പുറമേ ഉള്ള ഭാഗങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പൊതുവെ ഉപയോഗിച്ചിരുന്നു. ഗദരദേശം, ഗദര എന്ന ദേശം ഗലീല കടലിന് തെക്കും യോർദാന്റെ കിഴക്കുമായി തെക്കപ്പലിയിലുള്ള ഒരു പ്രദേശത്തെയാണ് ഗദര എന്നവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പട്ടണത്തിന് പുറത്തുള്ള പ്രദേശത്തെ ഗദര എന്ന സാധാരണ രീതിയിൽ ഇവിടെ സൂചിപ്പിക്കാറുണ്ട്. പാശ്ചാത്യ നഗരങ്ങളിൽ പുരാതന കാലത്ത് സൂചിപ്പിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, കർത്താവ് നിന്റെ അടുത്ത് വരാൻ നീ പട്ടണത്തിനകത്ത് വേണമെന്നില്ല. കർത്താവ് നിന്റെ അടുത്ത് വരാൻ നീ പട്ടണത്തിന് വെളിയിൽ തന്നെ ആയിരിക്കണം എന്നുമില്ല. കർത്താവ് നിന്റെ അടുത്ത് വരാൻ നീ സ്വന്തം ഭവനത്തിൽ ഇപ്പോൾ ആയിരിക്കണമെന്നില്ല. കർത്താവ് നിന്റെ അടുത്ത് വരാൻ നീ അന്യരാജ്യത്തിലായി കൂടാ എന്നുമില്ല. നീ അന്യരാജ്യത്തിരുന്നാലും സ്വന്തം ദേശത്തിരുന്നാലും പട്ടണത്തിനകത്തിരുന്നാലും പട്ടണത്തിന് പുറത്തു പോയാലും, നീ ഇപ്പൊ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും, നീ ഇപ്പോൾ വീഡിയോ കാണാതെ ശബ്ദത്തിൽ മാത്രം ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും, നീ എവിടെയുണ്ടോ അവിടെ നീ എന്തിനാലെങ്കിലും ബാധിക്കപ്പെട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, നിന്നെ കാണാൻ കടൽ കടന്നും സ്വർഗം നിന്റെ അടുത്ത് വരും. നിന്നെ തൊടാൻ സ്വർഗം കടൽ കടന്നും നിന്റെ അടുത്ത് വരും. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കടൽ കടന്നും സ്വർഗം നിന്റെ അടുത്ത് വരും. അതെന്റെ ദൈവത്തിന് നിന്നോടുള്ള വിശ്വസ്തതയാണ്. ഈ മനുഷ്യൻ നിലവിളിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ഈ മനുഷ്യൻ കരയുന്നത് ആദ്യത്തെ കാര്യവുമല്ല. ഈ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടേ പാറക്കെട്ടുകളിൽ കൂടെ ഓടി മറയുന്നത് ആദ്യത്തെ കാഴ്ചയുമല്ല. എന്നാൽ ഇന്നത്തെ നിലവിളിക്ക് എന്റെ ദൈവത്തെ പടകിനകത്ത് കയറ്റി, ഇന്നത്തെ കരച്ചിലിന് എന്റെ ദൈവത്തെ യാത്ര പുറപ്പെടുവിച്ചു, ഇന്നത്തെ സങ്കടത്തിന് എന്റെ ദൈവം ഇവന്റെ മുഖത്തേക്ക് നോക്കാൻ കാരണമാക്കി തീർത്തു. പല നാളത്തെ കരച്ചിൽ ഒരു നാളത്തെ വിടുതലിന് കാരണമായി എന്ന് പറയുന്നത് പോലെ, പല നാളത്തെ നിലവിളി ഒരു ദിവസത്തെ സന്ദർശനത്തിന് കാരണമാക്കി തീർത്തെങ്കിൽ, ഇന്ന് രാത്രിയിൽ വിലങ്ങുകൾ എന്റെ കർത്താവിനെ നിന്റെ അടുത്ത് കൊണ്ടുവരും. ബന്ധനങ്ങൾ എന്റെ ദൈവത്തെ നിന്റെ അടുത്ത് കൊണ്ടുവരും. പല നാളുള്ള നിലവിളി എന്റെ ദൈവത്തെ നിന്റെ അടുത്ത് എത്തിക്കും. പല നാളത്തെ ഓടി മറയലുകൾ ഒരു ദിവസം കർത്താവ് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമാകും. ആ ദിവസം നാളെയല്ലെന്ന് ഈ ഭൂതഗ്രസ്തൻ അറിയുന്നില്ല. ആ ദിവസം ഇന്ന് നീ ഭൂതഗ്രസ്തൻ അറിയുന്നില്ല. പക്ഷെ നിലവിളിക്കകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. ഞാൻ പല നാൾ കരയുമ്പോൾ ഒരു നാൾ എന്റെ നിലവിളിക്ക് മറുപടി വെളിപ്പെടും. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പ്രവചിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പ്രവചനാത്മാവിൽ സംസാരിക്കുന്നത്. പല നാളുകൾ നീ നിലവിളിച്ചതും, പല നാളുകൾ നീ ബന്ധിക്കപ്പെട്ടതും, പല നാളുകൾ നിന്റെ സ്വാതന്ത്ര്യത്തെ ബന്ധിച്ചു കളഞ്ഞതും, പല നാൾ നീ കരഞ്ഞതും, പല നാൾ നീ ഓടിയതും, പല നാൾ നീ നിലവിളിച്ചതും ഇന്ന് നസറായ നിന്റെ അടുത്ത് വരാൻ കാരണമാകും കുഞ്ഞെ.
ഈ മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് എന്റെ കർത്താവ് കാണുന്നത്. ലോകം മുഴുവൻ ഇവൻ ഭ്രാന്തനെന്നും, ലോകം മുഴുവൻ ഇവൻ സുബോധമില്ലാത്തവനെന്നും, ലോകം മുഴുവൻ ഇവൻ ആക്രമണകാരി എന്നും, ലോകം മുഴുവൻ ഇവൻ ആൾപ്പാർപ്പുള്ളടുത്ത് നിർത്താൻ കൊള്ളാത്തവനെന്നും, ലോകം മുഴുവൻ ഇവൻ അനാഥനെന്നും, ലോകം മുഴുവൻ പ്രശ്നക്കാരനെന്നും മുദ്ര കുത്തിയപ്പോ കർത്താവ് ഇവനെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയത് മനുഷ്യനെന്ന, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെന്ന പരിഗണന പോലും ഭൂതം ബാധിച്ചപ്പോ ഇവന്റെ ജീവിതത്തിൽ ഇല്ല. ഭൂതം ഒരു മനുഷ്യനെ തൊട്ടാൽ, പൈശാചിക പോരാട്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ ജീവിതത്തിൽ മനുഷ്യ പരിഗണന പോലും അന്യം നിൽക്കും. ഇന്ന് രാത്രി നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. നീ കരയുമ്പോഴും മനുഷ്യൻ എന്നൊരു പരിഗണന പലരും തരുന്നില്ല. നീ നിലവിളിക്കുമ്പോഴും മനുഷ്യൻ എന്നൊരു പരിഗണന തരുന്നില്ല. നീ ഇത്രയും പ്രശ്നങ്ങൾ പലരോട് പറഞ്ഞിട്ടും മനുഷ്യൻ എന്നൊരു പരിഗണന പോലും നിനക്ക് തരാതിരിക്കുമ്പോ പലരും നിനക്ക് ഭൂതമാ, പ്രേതമാ, പിശാച, ഭ്രാന്ത, നിനക്ക് ചിത്തഭ്രമമാ, നിനക്ക് മനോവിഭ്രാന്തിയാന്നൊക്കെ പറയുമ്പോ പ്രിയ സുഹൃത്തെ, ദൈവം നിന്നെ മുദ്ര കുത്തിയതും ദൈവം നിന്നെ കാണുന്നതും മനുഷ്യൻ എന്ന പരിഗണനയോടെയാ. നീ മനുഷ്യൻ എന്ന ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് നിന്റെ അരികിൽ ഇറങ്ങി വരാൻ കടൽ കടക്കണമെങ്കിൽ കടൽ കടക്കും, പടകി കയറണമെങ്കിൽ പടകി കയറും, നിന്റെ പേര് വിളിക്കണമെങ്കിൽ പേര് വിളിക്കും, സ്വർഗം നിന്റെ അടുത്ത് വരും. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവ സാന്നിധ്യം കടല് കടന്ന് നീ ഇരിക്കുന്നിടത്ത് ഇറങ്ങുകയാ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ഫിലിപ്പോസിനെ ആത്മാവെടുത്തോണ്ട് പോയെങ്കിൽ പറന്നു വരുന്ന ഒരു ആത്മാവുള്ളത് കൊണ്ടാണ്. സ്തേഫാനോസിനെ അതുപോലെ ഉപയോഗിച്ചെങ്കിൽ പറന്നു വരുന്ന ഒരു ആത്മാവുള്ളത് കൊണ്ടാ. അങ്ങനെയെങ്കിൽ കുഞ്ഞെ, ചിലരെ എടുത്തോണ്ട് പോയി ശുശ്രൂഷ ചെയ്യിച്ച ആത്മാവ് പറന്ന് നിന്റെ അടുത്ത് വരുന്നത് നിന്നെ ശുശ്രൂഷിക്കാനാ. എന്തിനെന്നറിയാവോ? നിന്നെ മനുഷ്യൻ എന്ന പരിഗണന പോലും ഇല്ലാതാക്കി, ദേശത്ത് നിന്റെ പേര് അനാവൃതമാക്കി, വികൃതമാക്കി, നിന്നെ ഒരു പേക്കോലമാക്കി നിർത്തുന്ന ചില അശുദ്ധ ഭൂതങ്ങൾ ഇന്ന് രാത്രി നിന്റെ ജീവിതം വിട്ട് അകലുകയാണ്. നീ പ്രാർത്ഥിച്ചും നിനക്ക് വിടുതലില്ല, ഉപവസിച്ചും നിനക്ക് വിടുതലില്ല, വചനം വായിച്ചും വചനം കേട്ടും നിനക്ക് വിടുതലില്ലെങ്കിൽ, ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങിയാലേ വിടുതലുള്ളെങ്കിൽ അത് നാളെ അല്ല മോനെ, അത് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു രാത്രിയിലെ കഥയാണിത്. ഒരു സന്ധ്യ മയങ്ങിയ നേരത്തെ കഥയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. ഒരു സന്ധ്യ മയങ്ങിയ നേരം. ഞാനിത് പലരുടെ ജീവിതത്തെയും നോക്കി ആത്മനിറവോടെ വിളിച്ചു പറയുക, ഇതൊരു സന്ധ്യ മയങ്ങിയ നേരത്തെ കഥയാ. സൂര്യനൊന്ന് അസ്തമിച്ചാൽ മതി ഇവന്റെ ജീവിതത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ. ചുരുക്കി പറഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചാൽ ആ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാറില്ല, യുദ്ധം പോലും ചെയ്യാറില്ല. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നത് പലർക്കും പല പ്രവർത്തികൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായപ്പോ ഗദരദേശത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ ശോഭ വെളിപ്പെടാനുള്ള നാന്ദി കുറിക്കുകയാണ്. ഇന്ന് രാത്രി കുഞ്ഞേ, രാത്രി കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോ രാത്രി ചിലത് നിന്റെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ചിലത് തുടങ്ങാൻ പോകുകയാണ്. വിശ്വാസമുണ്ടോ? അന്നമാൻഡി, ഒരു രാത്രി എന്ന് പറയുന്നത് പലരുടെ ജീവിതത്തിലും ഒന്നും ചെയ്യാനില്ലാത്ത സമയമാകുമ്പോ രാത്രി കരയുന്ന നിന്നെ നോക്കി, നിന്നെ നോക്കി, നിന്നെ നോക്കി, രാത്രിയിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി, നിന്നെ നോക്കി ദൈവാത്മാവ് പറയുന്നു, പലർക്കും രാത്രി ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോ നിനക്കും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിനും ഈ സന്ധ്യ മയങ്ങിയ നേരത്തെ ചിലത് ചെയ്യാനുണ്ട്. എന്നോട് കർത്താവ് വെളിപ്പാടിൽ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു, ചിലർക്ക് നേരെ തൊടുത്തയച്ചിരിക്കുന്ന അസ്ത്രങ്ങൾ, തീയമ്പുകൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സഞ്ചാര പാതയിൽ വെച്ച് തന്നെ കത്തി അമരുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ചിലർക്കെതിരെ എയിം ചെയ്ത് വിട്ടിരിക്കുന്ന അസ്ത്രങ്ങൾ, അവൻ ശൂലങ്ങൾ, അതിന്റെ സഞ്ചാര പാത ഉൾപ്പെടെ കത്തി അമരുകയാണ്. ആ അസ്ത്രമാണ് നിന്റെ നേരെയുള്ള ബാധയെങ്കിൽ, ആ ശൂലമാണ് നിന്റെ നേരെയുള്ള പരാജയമെങ്കിൽ, ഇന്ന് രാത്രി അതിന്റെ സഞ്ചാരപാത കത്തുന്ന ഒരു രാത്രി.
ഈ സമയം ഭയങ്കര പ്രത്യേകതയുള്ള സമയമാണെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഷീജ, ജോളി, ഈ സമയം ഭയങ്കര പ്രത്യേകതയുള്ള സമയമാണെന്ന് എന്നോട് കർത്താവ് പറയുന്നു. യെസ്, ഗദരദേശത്ത് എത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ, ദൈവം ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് അശുദ്ധാത്മാവിനെ അല്ല, മനുഷ്യനെയാണ്. ദൈവം ഒരു മനുഷ്യനെയാണ് ശുശ്രൂഷിക്കുന്നത്, അശുദ്ധാത്മാവിനെ അല്ല. ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ കെട്ടും പൂട്ടും ബന്ധനങ്ങളെ അല്ല ശുശ്രൂഷിക്കുന്നത്. ദൈവം വന്നിരിക്കുന്നത് ഷീജ നിനക്ക് വേണ്ടിയിട്ടാണ്. ദൈവം വന്നിരിക്കുന്നത് ശൈലജ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം വന്നിരിക്കുന്നത് ജെസ്സി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം വന്നിരിക്കുന്നത് ജിജി ബോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം വന്നിരിക്കുന്നത് അന്നമ്മ അബ്രഹാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം വന്നിരിക്കുന്നത് സുഗത വിജയൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം വന്നിരിക്കുന്നത് മോളി ജേക്കബ്, സിബിൻ, ജോർജ്, ബിന്ദു, ജയ, ട്രീസ ഫ്രാൻസിസ്, മിലൻ, റീന, ഷേർലി ഡൈസൺ, ജേക്കബ്, മേനകാനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം വരുന്നത്. ദൈവം വരുന്നത് ഒരിക്കലും, യേശു വരുന്നതും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതും നമ്മുടെ ആരുടെയും കെട്ടും പൂട്ടും പൊട്ടിക്കാനല്ല. പക്ഷേ അവൻ വന്നാൽ അവന്റെ പ്രസൻസിൽ, അവന്റെ പ്രസൻസിൽ ചിലത് പോയേ പറ്റൂ, ചിലത് പോയേ പറ്റൂ. അവന്റെ പ്രസൻസിൽ ചിലത് അഴിഞ്ഞേ പറ്റൂ. അവന്റെ പ്രസൻസിൽ, ചുരുക്കി പറഞ്ഞാൽ എന്റെ പ്രസൻസ് ഇല്ലാതെ എനിക്കെതിരായി ഒരു ദുഷ്കർമ്മം ചെയ്തെങ്കിൽ, എന്റെ പ്രസൻസ് ഇല്ലാതെ, എന്റെ അറിവില്ലാതെ, ഞാൻ അറിയാതെ എന്റെ കണ്ണിൻ മറയത്ത് വെച്ച് എനിക്കെതിരായി എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ, എനിക്കെതിരായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ, എനിക്കെതിരായി എന്തെങ്കിലും ഒന്ന് അയച്ചെങ്കിൽ, എന്റെ പ്രസൻസ് ആഗ്രഹിച്ചു വരുന്ന, ദൈവത്തിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഞാൻ ഇവിടെ ഉള്ളപ്പോൾ, എന്റെയും പ്രസൻസ് ആഗ്രഹിക്കുന്ന ദൈവം ഇവിടെ ഉള്ളപ്പോൾ, എന്റെ പ്രസൻസ് ഇല്ലാതെ ചെയ്ത സകലതും മാറിയേ പറ്റൂ, മാറിയേ പറ്റൂ, മാറിയേ പറ്റൂ, മാറിയേ പറ്റൂ. ഇന്ന് രാത്രിയിലും പ്രസൻസ് വെളിപ്പെട്ടപ്പോഴാണ് തന്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ നടന്നത്. എങ്ങനെയാണെന്നറിയാവോ? അവന്റെ പാർപ്പ് നോക്ക. ഈ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിച്ചാൽ ഒന്നാമത്തെ കാര്യം, അവന്റെ ലൈഫ് സുഖകരമായിരിക്കുകയില്ല, അവന്റെ ജീവിതം സുഖകരമായിരിക്കുകയില്ല. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ബാധിച്ചാൽ, പൈശാചിക ശക്തികൾ ഒരു വ്യക്തിയെ ബാധിച്ചാൽ അവന്റെ ജീവിതം സുഖകരമായിരിക്കുകയില്ല. ബൈബിൾ പറയുന്നു, ഈ മനുഷ്യനെ കാണുന്നതെല്ലാം കല്ലറകളിലും പാറപ്പിളർപ്പുകളിലും, ചുണ്ണാമ്പ് കല്ല്, ചതുരത്തിൽ വെട്ടിയ ചുണ്ണാമ്പ് കല്ലിന്റെ അകത്ത് ഇടയിൽ പാറപ്പിളർപ്പുകളിലൊക്കെയാണ് അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനെ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് അവൻ പാറപ്പിളർപ്പുകളിലാണെങ്കിൽ നാളെ അവൻ കാടുകൾക്കകത്തായിരിക്കും, മറ്റന്നാൾ അവൻ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒരിടത്ത് സ്റ്റേണായിട്ട് നിർത്തത്തില്ല. ദുരാത്മാവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നീ ജോലിയിൽ സ്റ്റേണായിട്ട് നിൽക്കത്തില്ല. നിന്നെ എങ്ങനെ അവിടെ നിന്ന് ചാടിക്കാം, എങ്ങനെ നിന്റെ വരുമാന മാർഗത്തെ തകർക്കാം, എങ്ങനെ നിന്റെ കുടുംബജീവിതം തകർക്കാം. നീ കുടുംബത്തിൽ നിൽക്കത്തില്ല, നീ ഭർത്താവിന്റെ കൂടെ നിൽക്കത്തില്ല, നീ മക്കളുമായിട്ട് ചേർന്ന് പോകത്തില്ല, നീ ജോലി സ്ഥലത്ത് നീ സ്ഥായിയായിട്ട് നിൽക്കത്തില്ല, നീ നിന്റെ ബോസുമായിട്ട് നല്ല ടേംസിലായിരിക്കത്തില്ല, നീ ഒരു സഭയിൽ അടങ്ങി നിൽക്കത്തില്ല, നീ ഒരു കൂട്ടായ്മയിൽ അടങ്ങി നിൽക്കത്തില്ല, നീ ഒരു വ്യക്തിയുമായിട്ട് അധികകാലം ബന്ധം പുലർത്തത്തില്ല, നിനക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരിക്കത്തില്ല, നിനക്ക് എന്നും ആള് മാറി മാറി ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. നീ ഒരു വ്യക്തികളുമായും നീ സുതാര്യമായ ഒരു ബന്ധം നിനക്ക് പുലർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ജോലി സ്ഥലം മാറി 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 പോകുന്നു, ഒരിടത്ത് നിർത്താതെ ജീവിതം അലച്ചു നടത്തുന്ന ഒരവസ്ഥ. അതാണ് ഈ ഭൂതഗ്രസ്തന്റെ അവസ്ഥ, അലയ്ക്കുന്ന അവസ്ഥ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിന്റെ ജീവിതത്തിൽ അങ്ങനെ പോരാടുന്ന ഒരു ശക്തിയുടെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തിൽ അങ്ങനെ പോരാടുന്ന ഒരു ശക്തിയുടെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. നിന്നെ വോയിസ് ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. നിന്റെ പ്രാർത്ഥനയിൽ നിലനിർത്തത്തില്ല. ഒന്നിലും എന്ന് വച്ചാൽ
ഇന്ന് നിങ്ങൾ കിഴക്കാണെങ്കിൽ നാളെ നിങ്ങൾ തെക്കാണ്, അടുത്ത ദിവസം നിങ്ങൾ വടക്ക, 4 ദിക്കിൽ ഓടിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്തത്, അശുദ്ധാത്മാവിന്റെ ഒരു പോരാട്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ 2, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാൻ, ചുരുക്കി പറഞ്ഞ ആർക്കും അവനെ മെരുക്കാൻ കഴിയത്തില്ല, ആർക്കും കീഴ്പ്പെടത്തില്ല. ഈ ബോധ്യം അവനിലും ഉണ്ടാകുമെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ സുബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ട മനുഷ്യനാണ് എങ്കിലും അവന്റെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാകും. എപ്പോഴും വഴക്ക് കൂടുന്ന നിങ്ങൾ ഭയങ്കരമായി വീടിനകത്ത് വഴക്ക് കൂടുമ്പോൾ ഞാനും കൂടെ ഒച്ചപ്പാടെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപിടിക്ക് സാധ്യതയുണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ തർക്കിച്ച് കയറി പോകുന്നത്? അദ്ദേഹം ഒന്ന് പറയുമ്പോൾ നമ്മൾ 2 കൂടുതൽ പറയും, എന്നാ പിന്നെ ഞാൻ അങ്ങ് ക്ഷമിച്ചേക്കാം എന്നൊരു ചിന്ത നിങ്ങളിൽ വരാതെ ഞാനും പറഞ്ഞ വീണ്ടും വഴക്ക് മൂക്കത്തില്ലേ എന്നൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിലും, ഇതിനി ഒരു വലിയ വഴക്കാകുമോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ എന്ന് അടുത്തത് പറയാനൊരു പ്രേരണ നമ്മളിൽ വരുന്നില്ലേ? നമ്മൾ പറയുന്നുണ്ട്. ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തെറ്റാ എന്ന് ഉള്ളിന്റെ ഉള്ളിലൊരു ബോധം ഉണ്ടെങ്കിലും അതങ്ങ് ചെയ്തേക്കാം എന്നൊരു പ്രേരണയിൽ. നോക്കൂ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുമ്പോഴും ആത്മാവ് എപ്പോഴും കണ്ണിങ് ആയിരിക്കും, ആത്മാവ് എപ്പോഴും ഓണായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട മനുഷ്യൻ എപ്പോഴും ഓണായിരിക്കും. പക്ഷേ അശുദ്ധാത്മാവ് നിന്റെ മേൽ ഭരണമേറ്റെടുത്താൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതം അവൻ കൺട്രോൾ ചെയ്യാൻ അവന് ലൈസൻസ് കിട്ടിയാൽ, അശുദ്ധാത്മാവിന്റെ അറ്റാക്ക് ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാൽ അവന്റെ കൺട്രോളിങ് നമ്മുടെ ലൈഫിൽ നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഉള്ളിൽ പലതിനെ കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യത്തെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ, ആപ്ലിക്കബിൾ ആക്കാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ഈ മനുഷ്യൻ 2 പ്രാവശ്യം നിലവിളിക്കുന്നു. ഒരിക്കലും ഭൂതം കിടന്ന് നിലവിളിക്കുന്ന നിലവിളി മാത്രമല്ല അവനിലൂടെ വരുന്നത്, ഒരേ സമയം ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി നമുക്ക് അവനിൽ കാണാൻ കഴിയും. അവനെന്ന പച്ച മനുഷ്യന്റെ നിലവിളിയും ഭൂതത്തിന്റെ ജയഭേരിയുടെ നിലവിളിയും കാണാൻ കഴിയും. അശുദ്ധാത്മാവിന്റെ മുമ്പിൽ ചെന്ന് എന്നെ വിലങ്ങ് വെക്കൂ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കാണിച്ചിട്ടാണോ ഇവൻ ഇപ്പൊ വിലങ്ങ് വെച്ചേക്കുന്നേ? ആർക്കും മെരുക്കിക്കൂടാത്ത ഒരവസ്ഥ. അപ്പൊ ഒന്ന്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവൂല. പറയാനുള്ള സമയമില്ല, അല്ലെ എല്ലാം പറഞ്ഞു തന്നെ. സ്വസ്ഥത ഉണ്ടാവൂല. കുഞ്ഞ, നീ പ്രാർത്ഥിച്ചാലും നിനക്ക് സ്വസ്ഥത ഉണ്ടാവൂല. അശുദ്ധാത്മാവ് നിന്റെ ജീവിതം കൺട്രോൾ ചെയ്യുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ സ്വസ്ഥത ഉണ്ടാവൂല. നീ പ്രാർത്ഥിക്കുന്ന സമയം ഒരു ആശ്വാസം കിട്ടും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്തത് മക്കളിലൂടെ അടുത്ത പോരാട്ടം വരും. അത് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അടക്കി കഴിയുമ്പോൾ ഭർത്താവ് അവിടുന്ന് മെല്ലെ പത്തി വെക്കും. എങ്ങനെയൊക്കെ നോക്കിയാലും നിന്നെ അസ്വസ്ഥനാക്കുകയും ഒരു ബെഡ്റൂമിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിലേക്ക്, ആ ബെഡ്റൂമിൽ നിന്ന് വരാന്തയിലേക്ക്, വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക്, മുറ്റത്ത് നിന്ന് വടക്ക് വശത്തേക്ക് നിന്നെ ഇങ്ങനെ ഓടിക്കും. വീടിനകത്ത് തന്നെ എന്തിനെന്നറിയാതെ നിന്നെ ഓടിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത കാണത്തില്ല. അത് ആഭിചാരാകണമെന്നില്ല, അത് മന്ത്രവാദമാകണമെന്നില്ല, അത് ഒരു അശുദ്ധാത്മാവിന്റെ ഫൈറ്റാണ്. ഈ മനുഷ്യന് വേണ്ടിയാണ് എൻ്റെ യേശു ഇന്ന് വന്നത്. സന്ധ്യ മയങ്ങിയപ്പോ എൻ്റെ യേശു വന്നത്, അതായത് പിശാചിന്റെ പീക്ക് മൊമെന്റിലാണ് എൻ്റെ കർത്താവ് ഗദരദേശത്ത് കാലുകുന്നത്. രാത്രിയിൽ അവന്റെ ടൈമാണ്, രാത്രിയിൽ അവന്റെ ടൈമാണ്, ഭയത്തിന്റെ ടൈമാണ്. ആ ടൈമിലെ യേശു കാലുകുത്ത്. ചുരുക്കി പറഞ്ഞ സാത്താന്റെ പീക്ക് ടൈമിൽ നോക്കിയ ഇന്ന് കർത്താവ് വാളും കൊണ്ട് വന്നേക്കുന്ന വെട്ടാൻ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പൊ കർത്താവ് രാവിലെ നോക്കി, ഉച്ചയ്ക്ക് നോക്കി, രാത്രി നോക്കി. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പീക്ക് ടൈമിലാണ് യേശു വന്നിരിക്കുന്നത്. സുഹൃത്തെ, ദൈവപ്രവൃത്തി ഒന്നും വൈകിട്ടില്ല. നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നേ? ദൈവത്തിന് സമയം തെറ്റിയിട്ടുമില്ല. നിങ്ങൾ എന്താ അങ്ങനെ ചിന്തിക്കുന്നേ? നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതെയും ഇല്ല. ദൈവം എന്നെ മറന്നോന്ന് നീ എന്തിനാ ചിന്തിക്കുന്നത്? നിന്നെ ദൈവം മറന്നിട്ടുമില്ല. നിന്റെ ഫയല് കർത്താവ് നീക്കി വെച്ചിട്ടുമില്ല. ഒരു പീക്ക് ടൈമിലാണ് കർത്താവ് നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നത്. ദിസ് ഇസ് ദ ടൈം. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു മറുപടി കർത്താവ് തരും. നിന്റെ സകല വിലാപങ്ങൾക്കും എന്റെ ദൈവം ഇന്ന് രാത്രി മറുപടി തരും.
ഓരോന്നായിട്ട് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്ന്, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറിയാൽ, പ്രവേശിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അസ്വസ്ഥനായി എന്തിലെങ്കിലുമൊക്കെ. അവന് സമ്പത്തുണ്ടാകും, അവന് നല്ല ഒന്നാം തരം ഗവൺമെന്റ് സർവീസിലുള്ള ബന്ധുക്കൾ ഉണ്ടാകും, മിനിസ്ട്രി തലം മുതൽ DGP തലം വരെ പിടിത്തമുള്ള ആൾക്കാരുണ്ടാവും, സ്റ്റേറ്റ് മുതൽ സെൻട്രൽ വരെ പിടുത്തമുള്ള ആൾക്കാരുണ്ടാവും. എന്തൊക്കെ ഉണ്ടായാലും അവന്റെ ലൈഫിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അത് അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിച്ചുള്ള കുഴപ്പം. അപ്പൊ ഈ മനുഷ്യന്റെ പാർപ്പ് സ്ഥലത്താ പ്രശ്നം, അല്ലേ? ഈ മനുഷ്യ പാർക്കുന്ന സ്ഥലത്താ ഇപ്പൊ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ പാർപ്പ് കല്ലറകൾ, അവന്റെ പാർപ്പ് എവിടേക്ക് അവന്റെ പാർപ്പ്? ഇന്ന് കല്ലറയെങ്കിൽ നാളെ വനം, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ? ഇവനൊരു സ്ഥലമില്ല, അവനെ നിർത്തത്തില്ല. ആ പോരൊന്ന്. രണ്ട്, ആർക്കും കീഴ്പ്പെടത്തില്ല, ആർക്കും അനുസരണം കൊടുക്കാത്തൊരു മനുഷ്യൻ. അതാ മനുഷ്യന്റെ പ്രശ്നമല്ല. കാരണം ദൈവം, യേശു ആ മനുഷ്യനെ മനുഷ്യനെന്നേ പറയുന്നുള്ളൂ. നമ്മൾ ഒരു വാക്ക് പോലും ബൈബിൾ പറയാതെ പറയരുത്. യേശു ആ മനുഷ്യനെ മനുഷ്യനെന്നേ പറയുന്നുള്ളൂ. ഭൂതം എന്ന് പറഞ്ഞോ? ഇല്ല. അശുദ്ധാത്മാവ് ഉള്ള ഒരു മനുഷ്യനെന്നേ പറയുന്നുള്ളൂ. അപ്പൊ അത് മനുഷ്യന്റെ മിസ്റ്റേക്ക് അല്ല. യേശു ഇന്നിവിടെ ട്രീറ്റ് ചെയ്യുന്നത് അശുദ്ധാത്മാവിനെ അല്ല, മനുഷ്യനെയാ കർത്താവ് നോക്കുന്നത്. ഗ്ലോറി. പക്ഷേ ഈ അശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ഈ മനുഷ്യന്റെ പേര് മാറുന്നതും കൂടെ നിങ്ങൾ അറിയണം. അശുദ്ധാത്മാവ് വന്നപ്പോ ഈ മനുഷ്യന്റെ പേര് മാറുന്നതും കൂടെ നിങ്ങൾ അറിയണം. ഒന്ന്, പലപ്പോഴും ഇപ്പൊ ഒന്നാമത് വന്നേക്കുന്നത് ഒരിടത്ത് നിൽക്കാത്ത ചെക്കൻ, അല്ലേ? ഒരിടത്ത് ഉറയ്ക്കാത്ത ചെക്കൻ. എത്ര ഇടം മാറി, എത്ര പേര് അവന് വേണ്ടി ശുപാർശ ചെയ്തേ. എല്ലാരും നാണം കെടുത്തിക്കൊണ്ട് ഒരിടത്ത് നിൽക്കാത്തവൻ, ഒരു വിവാഹവും ഉറയ്ക്കാത്തവൻ, ഒരു വീട്ടിൽ പോയാലും നിൽക്കാത്തവൻ, ഒരു ജോലി സ്ഥലത്ത് അടങ്ങി നിൽക്കാത്തവൻ, ഒരാളുടെ കൈ കീഴിൽ നിൽക്കാത്തവൻ. എന്തൊക്കെ പേരുകളായിപ്പോ, അല്ലേ? ഒന്ന്. രണ്ട്, ഇതൊക്കെ ഓർത്തണം. അശുദ്ധാത്മാവ് വന്ന വിവാഹം തടസ്സവും ഉണ്ടാവും. അശുദ്ധാത്മാവ് വന്ന ഒരു വ്യക്തി അനുസരിക്കേണ്ട എന്നും തോന്നും. അശുദ്ധാത്മാവ് വന്ന ലഹരി ഉപയോഗിക്കണമെന്നും തോന്നും. അശുദ്ധാത്മാവ് വന്ന ദൈവം ആ സത്യം എന്ന് പറഞ്ഞാലും ആന്റി ക്രൈസ്റ്റിലോട്ട് പോകണമെന്നും തോന്നും. എല്ലാം തോന്നും. അവിടെ നിൽക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ പേര് ചങ്ങല കൊണ്ടുപോലും അപ്പൊ ആർക്കും കീഴ്പ്പെടാത്തവൻ. അത് ഞാൻ പറഞ്ഞു. മൂന്ന്, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു, ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ബന്ധനം അകത്തു വന്നപ്പോ പുറത്തും മനുഷ്യൻ ബന്ധിക്കാൻ തുടങ്ങി. ബന്ധനം ആദ്യം കൊണ്ടുവന്നത് അയൽവാസികളല്ല. ബന്ധനം ആദ്യം കൊണ്ടുവന്നത് കവലയിലിരുന്ന അമ്മാവന്മാരും അല്ല. ബന്ധനം ആദ്യം ജീവിതത്തിൽ കൊണ്ടുവന്നത് അശുദ്ധാത്മാവാണ്, അല്ലേ? ഈ മനുഷ്യനെ ചങ്ങലക്കിടണം എന്ന് തോന്നിയത് അവൻ ചങ്ങലക്കിടത്തക്ക ആക്ടിവിറ്റീസ് കാണിച്ചതുകൊണ്ടാണ്. ഈ മനുഷ്യനെ വിലങ്ങു വെക്കണമെന്ന് തോന്നിയത് ആ തരത്തിൽ പരിവക്കേട് ഇവന്റെ ജീവിതത്തിൽ കണ്ടതുകൊണ്ടാണ്. ഇവനെ വല്ലാതെ അങ്ങ് ഒതുക്കിക്കളയണം, ഇവനെ ചലിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് തീരുമാനിച്ചത് അവന്റെ ജീവിതത്തിൽ ഒരു അശുദ്ധാത്മാവ് വന്നോണ്ടാ. ഇന്നലെ കഴിഞ്ഞ വർഷം ഇവൻ ബാഗും തൂക്കി സ്കൂളിൽ പോയപ്പോ ആരും വിലങ്ങും കൊണ്ട് ഇവനെ വിലങ്ങ് വെക്കാൻ പോയില്ലല്ലോ. കഴിഞ്ഞ വർഷം ബാഗും തൂക്കി ഇവൻ കോളേജിൽ പോയപ്പോ ആരും ഇവനെ ചങ്ങലക്കിടണമെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ ഈ വർഷം ഇവനെ എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്തപ്പോ ഇവനെ ചങ്ങലക്കിട്ടാലേ പറ്റൂ, ഇവനെ വിലങ്ങ് വെച്ചാലേ പറ്റൂ, ഇവനെ ഒതുക്കിയാലേ പറ്റൂ എന്നൊക്കെ ഇവനെ കുറിച്ച് പറയുന്നു. അവിടെയും യേശു ഇവനെ മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. സുഹൃത്തെ, ലോകം, പിശാച് നിന്നെ വല്ലാതെ നിന്റെ ജീവിതത്തിൽ വിഹരിക്കുമ്പോ ലോകം നീ മുൻപേ ഒന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ നിന്നെ കുറിച്ച് പറയും. നിന്റെ നേരെ പിശാച് വാത് കെട്ടുമ്പോ, സാത്താൻ വല്ലാതെ നിനക്ക് നേരെ കണ്ണ് കൂർപ്പിക്കുമ്പോ ലോകം ഇന്നലെ വരെ പറയാത്ത പലരും നിനക്കെതിരെ പലതും പറയും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, ഇതൊക്കെ പലരും പറയും. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇല്ലാത്ത പല പോരാട്ടവും ഈ വർഷം നിന്റെ ജീവിതത്തിൽ നീ കാണുന്നുണ്ടായിരിക്കും. പലരും പറയുന്നു, ആർക്കും കീഴ്പ്പെടാത്തവൻ, ആർക്കും അനുസരണം കൊടുക്കാത്തവൻ, ഒരു രീതിയിലും ഉറയ്ക്കാത്തവൻ, ഒരു രീതിയിലും ഗതി പിടിക്കാത്തവൻ, പണം കൊണ്ട് കളയുന്നവൻ, പണം വെറുതെ വേസ്റ്റ് ചെയ്യുന്നവൻ, ഇവന് വേണ്ടി ചെലവാക്കിയ പണം നാശം.
നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ പലരും കഴിഞ്ഞ മാസം പറയാത്തതും കഴിഞ്ഞ വർഷം പറയാത്തതും ഒക്കെ ഈ വർഷം, ഈ മാസം, ഈ ആണ്ടിൽ പറയുന്നുണ്ടെങ്കിൽ കാര്യം വേറെ ഒന്നുമല്ല. നിന്റെ പീക്ക് ടൈമിലാ നീ ഇപ്പൊ നിൽക്കുന്നേ. സാത്താൻ ഭയങ്കര ഫുൾ ഫ്ലഡ്ജിൽ പിശാച് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാ. ദൈവത്തിനും ചെയ്യാൻ കഴിയുന്നത് ഈ ടൈമിലാ, ഈ പീക്ക് ടൈമിലാ എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത്. മനുഷ്യർ പറയുന്നു ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഓൾറെഡി അവൻ ബന്ധനസ്ഥനാണ്. വിലങ്ങ് കൊണ്ട് ബന്ധിക്കാൻ കഴിയുന്നില്ല, ഓൾറെഡി അവൻ വിലങ്ങ് വെക്കപ്പെട്ടവനാണ്. എവിടെയാണ്? അവനെ ഭൂതത്താൽ, അവനെ ആത്മമണ്ഡലം പോലും കെട്ടിക്കളഞ്ഞു. പക്ഷേ ഈ മനുഷ്യന്റെ ഉള്ളിലെ ആശ അവൻ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. സുഹൃത്തെ, ബന്ധനത്തിലാണെന്ന് പറയുമ്പോഴും പോരാട്ടത്തിനകത്താണെന്ന് പറയുമ്പോഴും നീ പലതും ചെയ്യുന്നില്ലെന്ന് പറയുമ്പോഴും ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ട്. സുഹൃത്തെ, നീ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്കുന്നുണ്ട്. സുഹൃത്തെ, നീ പറ്റുന്ന പോലെയൊക്കെ ദൈവവചനം കേൾക്കുന്നില്ലേ? ചെയ്യുന്നുണ്ട്. സുഹൃത്തെ, നീ പറ്റുന്ന സമയത്തൊക്കെ കരയുന്നില്ലേ? ചെയ്യുന്നുണ്ടെന്നേ. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു ഡെലിവറൻസ് നിങ്ങൾക്ക് സംഭവിക്കാത്തതുപോലെ തന്നെ ഈ മനുഷ്യനും സംഭവിക്കുന്നില്ല. ഇവനെ കൊണ്ട് പറ്റുന്ന ഇവനും ചെയ്യുന്നുണ്ട്. എന്താ? ലോകം ബന്ധിക്കുന്നു, അവൻ വിലങ്ങ് ഉരമി പൊട്ടിക്കുന്നു. ലോകം ചങ്ങലക്കിടുന്നു, അവൻ ആ ബന്ധനങ്ങളെ തകർക്കുന്നു. വീണ്ടും ലോകം ബന്ധനത്തിലിടുന്നു, വീണ്ടും അവൻ ഉരുമി പൊട്ടിക്കുന്നു. പക്ഷേ ഇവന് ശാശ്വതമായ ഒരു ഡെലിവറൻസ് ഇല്ല, ഇവന് ശാശ്വതമായ ഒരു വിടുതലില്ല. ബിന്ദു ആന്റി പ്രാർത്ഥിക്കുമ്പോ ചെറിയ ഒരു പൊട്ടൽ നടക്കും, വീണ്ടും ലോകം 3 ലോക്ക് കൂടുതലിടും. ഉപവസിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും, വീണ്ടും പിശാച് കൊണ്ട് പുതിയ വിലങ്ങ് പിച്ചള ചങ്ങലയുമായിട്ട് വീണ്ടും പിശാച് വരും. ഇവൻ ഒരു ലോക്ക് പൊട്ടിക്കും, സാത്താൻ ലോക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. ഇതാ ഇവന്റെ അവസ്ഥ. ലോകം ചങ്ങലക്കിടും, ഇവൻ ബന്ധനം പൊട്ടിക്കും. ലോകം വിലങ്ങ് വെക്കും, ഇവൻ വിലങ്ങ് ഉരുമി പൊട്ടിക്കും. ഇതൊക്കെ ഇവനാൽ കഴിയുന്നത് പോലെ ഇവൻ ചെയ്യുന്നു. ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, വീട്ടിലൊരു മീറ്റിംഗ് വെക്കുന്നു, വ്യക്തിപരമായി വീട്ടിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നു, നിങ്ങൾ പറ്റുന്ന പോലെ അന്യഭാഷയിൽ ആരാധിക്കുന്നു. പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. പിന്നെ എങ്ങനെ വിവാഹം നടക്കും? പിന്നെ എങ്ങനെ നീ എക്സാമിന് പാസ്സാകും? പിന്നെ എങ്ങനെ നിനക്കൊരു ജോലി മേഖല തുറക്കും? പിന്നെ എങ്ങനെ നിന്റെ കുടുംബജീവിതത്തിന് സമാധാനം കിട്ടും? പിന്നെ എങ്ങനെ നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് പ്രയോജനപ്പെടാൻ പറ്റും? പിന്നെ എങ്ങനെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും? പിന്നെ എങ്ങനെ നിന്റെ കടഭാരത്തിനൊരു നീക്കം ഉണ്ടാകും? താൽക്കാലിക ശമനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പാവം. എനിക്ക് ആ മനുഷ്യന്റെ കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. കാരണം കർത്താവ് പറയുന്നു, ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യം ഒന്നൊന്നായി പരിശുദ്ധാത്മാവ് അക്കമിട്ട് ഇവിടെ എഴുതിയിരിക്കുക. വിലങ്ങ് പലരും വെക്കുന്നു, അവനാൽ പറ്റുന്ന പോലെ അവൻ പൊട്ടിക്കുന്നു, പറ്റുന്ന പോലെ ഉരുമി പൊട്ടിക്കണമെന്നൊക്കെ. നിങ്ങൾ എന്താ പറയുന്നത്? വിലങ്ങ് ഉരുമി പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബൈബിൾ പറയുന്നത് അമാനുഷികനെന്നല്ല, മനുഷ്യനെന്നാ പറയുന്നത്. വിലങ്ങ് ഉരുമി പൊട്ടിക്കുക ചുമ്മാ നമ്മളൊരു ഒരു ചുള്ളിക്കം പൊടിക്കുന്ന ലാഘവമാണ് ഒരു വിലങ്ങ് ഉരുമി പൊട്ടിക്കുക എന്ന് പറയുന്നത്. പട്ടിയെ കെട്ടുന്ന ചങ്ങലയൊന്നും അല്ലത്, നല്ല ഒന്നാന്തരം വെയിറ്റ് ഉള്ള വിലങ്ങുകളാണ് അവിടുത്തെ ആ കാലഘട്ടത്തിൽ. എടുത്ത് പൊക്കാൻ വേണം യൂണിയൻകാര്. ആ വിലങ്ങ് ഉരുമി പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ അകത്തെ ആശ ആലോചിച്ച്, എനിക്ക് ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണം കർത്താവേ. അവന്റെ ഉള്ളിൽ ആശയില്ലേ? അവന്റെ ഉള്ളിൽ ആശയുണ്ട്. ഈ ബന്ധനത്തിൽ നിന്ന് പുറത്ത്, അത് അവൻ പൈശാചിക പ്രവർത്തികളാണ് അതിനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങനെ കാണാം. അവന്റെ മേൽ കിടക്കുന്ന ഭൂതം അവനെ. എന്റെ പൊന്നു കൊച്ചേ, ഭൂതം ഒന്നും ചങ്ങല പൊട്ടിക്കത്തില്ല, നിന്റെ മേൽ 2 ചങ്ങല കൂടുതലിടത്തേ ഉള്ളൂ. ചങ്ങല പൊട്ടിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ശക്തിയെ പൊട്ടിക്കത്തുള്ളൂ. അവന്റെ ഉള്ളിലുള്ള ഒരാശ, എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം, എനിക്ക് ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണം, എനിക്ക് ശാപത്തിൽ നിന്ന് പുറത്ത്. അവന്റെ ഉള്ളിലെ ആശയ. അവൻ വചനം പറഞ്ഞേക്കുന്ന നോക്കി, വചനം വായിക്കുക, വചനം നോക്ക്. വചനത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? പലപ്പോഴും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. എന്തിന്? അശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഒരല്പം ഭേദം വരുമ്പോ അവന് സുബോധം വരുന്നു, അയ്യോ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കോപം വരുന്ന സമയം നമ്മളൊക്കെ ഭൂതങ്ങളെക്കാൾ വലിയ ഭൂതങ്ങളായി മാറാറുണ്ട്, ഇല്ലേ? ദേഷ്യം വരുന്ന സമയത്തെ
നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക് ഇത്രയാവും, നമ്മുടെ നാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് റെയിൽവേ ട്രാക്ക് പോലെ കിടക്കുമല്ലയോ കോപം വരുമ്പോൾ, ഇല്ലേ? നമ്മൾ ഈ ആത്മീയനായിരിക്കുവോ, നമ്മൾ ജഡികനായിരിക്കുമോ കോപം വരുമ്പോൾ? അത് തന്നെ. അപ്പോൾ അന്നേരം നമുക്ക് ബോധമൊന്നുമില്ല, അകത്തൊരു അന്തർബോധം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കവിടെ, എനിക്ക് പറയാനുള്ള ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കീജൈ വിളിച്ച് നമ്മളവിടെ വലിയ വാചകത്തിൽ സംസാരിക്കും. നമ്മുടെ കോപമൊക്കെ ഒന്ന് ശമിച്ചു കഴിയുമ്പോൾ നമ്മളിലെ മനുഷ്യൻ പുറത്തു വരും. ശരിയല്ലേ? ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ മനുഷ്യൻ പൈശാചിക അറ്റാക്കിന്റെ ഫുൾ ഫ്ലഡ്ജിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യന് അവന്റെ അവസ്ഥകളൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അല്പം ഒരു ആശ്വാസം അവന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഉരുമിപ്പൊട്ടി. ആരും കെട്ടപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരും ബന്ധനത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിനക്കതിന് കഴിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ നിന്റെ എഫേർട്ട് കണ്ടിട്ടാണ് മനുഷ്യനെ, നിന്റെ ഈ എഫേർട്ട് കണ്ടിട്ടാണ് മോനെ, ഗദരദേശത്തെ മനുഷ്യനെ, നിന്റെ ഈ വിലങ്ങുരുമി പൊട്ടിക്കാനുള്ള എഫേർട്ടും ചങ്ങലകളെ തകർത്ത് കളയാനുള്ള നിന്റെ എഫേർട്ടും കണ്ടിട്ടാണ് മോനെ അങ്ങ് അക്കരെ നിന്റെ കർത്താവ് പടക് കയറി ശാശ്വതമായ ഒരു ഡെലിവറൻസ് നിനക്ക് തരാൻ ഇന്ന് ഗദരദേശത്ത് ഈ സന്ധ്യാസമയം കാലുകുത്തിയിരിക്കുന്നത്. വിലങ്ങുരുമി പൊട്ടിക്കുക എന്ന് പറഞ്ഞ ചുള്ളിക്കം ഒടിക്കുന്ന ലാഘവ. എന്തോരം അവൻ അസ്വസ്ഥപ്പെട്ട് എത്ര നേരം, എത്ര മണിക്കൂർ, എത്ര നാള് അവൻ ഉരുമി അത് പൊട്ടിച്ച് കളഞ്ഞെന്നറിയാവോ? വീണ്ടും ഇതേ ചങ്ങല പൊട്ടുമ്പോ പുറകെ ഒരുത്തം കൊണ്ടുവന്ന് കെട്ടുക. ഒന്ന് പൊട്ടിക്കുന്നു, ഒരുത്തം കൊണ്ട് കെട്ടുന്നു, ഒന്ന് പൊട്ടിക്കുന്നു, ഒരുത്തം കൊണ്ട് കെട്ടുന്നു. ആ കെട്ടുന്ന അവസ്ഥ ഇന്നുകൊണ്ട് കർത്താവ് അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം അവന്റെ ഡെലിവറൻസ് ഡേ. ആ അവസ്ഥയിലല്ലേ നീ കടന്നു പോകുന്നേ? നീ അഴിക്കുന്നു, ലോകം കെട്ടുന്നു, നീ അഴിക്കുന്നു, മനുഷ്യൻ കെട്ടുന്നു, നീ അഴിക്കുന്നു, പിശാച് ബന്ധിക്കുന്നു. ശാശ്വതമായ സൗഖ്യം നിനക്ക് പൊട്ടിക്കാൻ ഒരു മാസം, പിശാചിനെ കെട്ടാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ. എന്നാ ദൈവ അവസ്ഥയ്ക്ക് വ്യത്യാസം തരുവാ മോനെ, ദൈവ അവസ്ഥയ്ക്ക് വ്യത്യാസം തരുവാടോ. കാരണം വിലങ്ങുരുമി പൊട്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോ വലിയ വാക്കാത്. ഇവിടെ ഒരു മുളം കമ്പ് നമുക്ക് കൈ കൊണ്ട് ഒടിക്കാൻ പറ്റുമോ? ഒറ്റ ഒടിക്ക് ഒടിക്കാൻ പറ്റുമോ? മുളം കമ്പ് ഒറ്റ ഒടിക്ക് ഒടിച്ചു തരുമോ? മുളം കമ്പിന്റെ കാര്യമാണ് പറഞ്ഞേ. മുള ഒടിക്കാൻ പറ്റുമോ? പറ്റൂല. ഇവിടെ വിലങ്ങ ഇവൻ ഉരുമി പൊട്ടിച്ചു എന്ന് പറയുന്നേ. എഫേർട്ട് ഭയങ്കര. ക്രിസ്തീയ ജീവിതത്തിലെ കെട്ടുകൾ പൊട്ടാനുള്ള എഫേർട്ട് വേണം. നീ എഫേർട്ട് ഇടുന്നില്ല, നിന്റെ എഫേർട്ട് മുഴുവൻ വേറൊരുത്തിന്റെ തലയെ കൊണ്ട് പ്രേ ഫോർ മീ എന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കുവാണെങ്കിൽ നീ സൂക്ഷിച്ചോണം. കെട്ടുപൊട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നീ ഇരിക്കണം, നീ ഇത് ഉരുമാൻ ഇരിക്കണം, നീ ഇത് പൊട്ടിക്കാൻ ഇരിക്കണം, നീ ഇത് തകർത്തെ എഴുന്നേൽക്കുന്നു നീ പറയണം. നിന്റെ എഫേർട്ടുകളാണ് ദൈവത്തെ വിളിച്ച് നിന്റെ വീട്ടിലിറക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ എഫേർട്ട് വളരെ ഇമ്പോർട്ടന്റ്. ആള് ഭൂതഗ്രസ്തന, ആള് ശുദ്ധാത്മബാധിതന, കാര്യമൊക്കെ ശരിയാ. പക്ഷെ അവൻ ചെയ്യേണ്ട പാർട്ട് അവൻ ചെയ്യുന്നുണ്ട്. ഉറപ്പിച്ചോ, ഇന്ന് രാത്രി ഞാൻ ചെയ്യേണ്ട പാർട്ട് ദൈവസന്നിധി ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവസന്നിധി ചെയ്യുന്നുണ്ടോ? എന്ന കെട്ടുകൾ പൊട്ടും. ഞാൻ ദൈവസന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആണെന്ന് ദൈവത്തിന് ബോധ്യം വന്ന, ഇനിയിപ്പൊ എവിടെന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത ചങ്ങലകൾ കൊണ്ട് നിന്നെ ബന്ധിച്ചാലും നിന്റെ കെട്ട് പൊട്ടും. ഞാൻ ദൈവസന്നിധിയിൽ വിലയേറിയവനായി തീരട്ടെ ഇന്ന് രാത്രി. എനിക്ക് വേണ്ടി എന്റെ ദൈവം ഗദരദേശത്ത് ഇറങ്ങി വരണമെങ്കിൽ ഞാൻ ദൈവത്തിന് വിലയേറിയവനാന്ന് എണ്ണപ്പെട്ടത് കൊണ്ടാ. കമാൻ, തെളിവിതാ. നീ ദൈവത്തിന് വിലയേറിയവനാന്നുള്ളതിന്റെ തെളിവ്. ലോകം നിന്നെ വില കൽപ്പിക്കത്തില്ല, വീട്ടിലുള്ളവർ പോലും നിനക്ക് വില തരത്തില്ല, വീട്ടിലുള്ളവർ പോലും നിന്നെ ആക്ഷേപിക്കും, ലോകക്കാർ നിന്നെ നിന്ദിക്കും, നിന്നാ ദുഷി പഴി എല്ലാം നിനക്ക് നേരെ വരും. പക്ഷെ സ്വർഗം പടകിൽ കയറി നിന്റെ ദേശത്ത്, ഗദര ദേശത്ത് ദൈവം ഇറങ്ങുന്നത് നീ വിലയേറിയവന് മാന്യനുമായതുകൊണ്ടാണ്. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വിലങ്ങ് പൊട്ടിച്ച മനുഷ്യൻ, ഗ്ലോറി ടു ഗോഡ്, അവന് പൊട്ടിക്കാൻ സബ്ജക്റ്റുകൾ ഉണ്ടാകും. അടുത്തത്, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു. അടുത്തത്, സങ്കടം ഒഴിഞ്ഞിട്ട് നേരം കാണൂല.
അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ബാധിച്ചാൽ നീ വചനം കേൾക്കുന്ന സമയം നിനക്ക് അല്പം ആശ്വാസം ഉണ്ടാകും. ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അകാരണമായ ദുഃഖം. പ്രാർത്ഥിച്ച് നല്ല ദൈവ സാന്നിധ്യത്തിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, പക്ഷെ അകാരണമായ ദുഃഖം നിന്നെ വേട്ടയാടും. പണ്ടത്തെ കാര്യങ്ങളും മറന്നതുമൊക്കെ നിന്റെ സ്വപ്നങ്ങളിലെങ്കിലും വന്ന് നിന്നെ അലട്ടും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനൊരു സ്വസ്ഥത തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനൊരു സ്വസ്ഥത തരും. അതാ പറയുന്നത്, അവൻ രാവും പകലും, അവന് കണ്ണുനീരൊഴിഞ്ഞിട്ട് നേരം കാണൂല, സ്വസ്ഥതയും ഉണ്ടാകൂല. രാവും പകലും ഇടവിടാതെ കണ്ടോ. അപ്പൊ ഫുൾ ടൈം ദുഃഖത്തിനകത്ത് താഴ്ത്തിക്കളയും. പിശാച് ഒരു വ്യക്തിയെ ഫുൾ ടൈം ദുഃഖത്തിനകത്ത് താഴ്ത്തിക്കളയും. നിന്റെ ജീവിതത്തെ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഇന്ന് രാത്രി ഷിഫ്റ്റ് ചെയ്യും. നീ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിന്റെ ജീവിതത്തെ അവസ്ഥയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. രാവും പകലും ഈ വ്യക്തിക്ക് ദുഃഖത്തിനുള്ള കാരണമുണ്ട്. കാരണം അവന്റെ ഇന്റേണലിയും ഫിസിക്കലും അവൻ റാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, കെട്ടപ്പെട്ടിരിക്കുകയാണ്. രാവും പകൽ ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അടുത്ത പ്രവണത സ്വയം വേദനിപ്പിക്കും. പിശാച് വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടിന് നമ്മൾ തന്നെ സ്വന്തം നെഞ്ചിലിട്ട് അടിക്കും. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കണ്ട, എനിക്ക് പേര് ദോഷം കേട്ട് ജീവിക്കണ്ട, ഞാൻ പോയി എന്തേലും ചെയ്ത് ചത്തുകളയാൻ പോകും. സ്വയം നിന്നെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അങ്ങനെയൊക്കെ വേദനിപ്പിക്കും. ഒന്ന്, നിന്നെ കൊണ്ട് തന്നെ നിന്നെ വേദനിപ്പിക്കും. വാക്കുകൾ കൊണ്ട്, നിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെ നിന്നെ വേദനിപ്പിക്കും. നിന്റെ കൈകളിലെ പ്രവൃത്തി തന്നെ നിന്നെ വേദനിപ്പിക്കും. സ്വന്തം ദേഹത്ത് കല്ലുകൊണ്ട് ചതയ്ക്കുക എന്ന് പറയുമ്പോൾ സുബോധമുള്ളൊരു മനുഷ്യൻ ചെയ്യും. അപ്പൊ ഹീസ് അറ്റാക്ഡ്, ഹീസ് കോട്ടഡ് ബൈ എ ഡീമൺ സ്പിരിറ്റ്. ഒരു പൈശാചിക ശക്തിയാൽ അവൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്വയം വേദനിപ്പിക്കുന്നു. നിന്റെ പ്രവർത്തികൾ നിന്നെ സ്വയം വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തന്നെ ഒരു പ്രവർത്തികൾ നിങ്ങളെ സ്വയം വേദനിപ്പിക്കും. നിങ്ങളുടെ തന്നെ വാക്കുകൾ നിങ്ങളെ സ്വയം വേദനിപ്പിക്കും. ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞ വാക്കുകളായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞ വാക്കുകളായിരിക്കും, നിങ്ങളെ ശപിച്ച വാക്കുകളായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുന്നത്. സ്വയം വേദനിപ്പിക്കും. അപ്പോ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒന്ന്, അവൻ ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ല. രണ്ട്, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന് ആർക്കും അവൻ കീഴ്പ്പെടത്തില്ല. അവൻ അഹങ്കാരിയായിരിക്കും. എപ്പോഴും ഒന്ന് പറഞ്ഞാൽ 4 ഞാൻ പറയും, 1 ചെയ്ത 10 തിരിച്ചു ചെയ്യും എന്നുള്ള ഒരു തരം റിവെഞ്ച് ആയിട്ടുള്ളൊരു മെന്റാലിറ്റിയോടെ ആയിരിക്കും അവന്റെ ആക്ഷൻ. 3, അവൻ സ്വയം അവന്റെ ജീവിതത്തെ വേദനിപ്പിക്കും. സ്വയം അവനെ തന്നെ ചതയ്ക്കും. അവന്റെ ജീവിതത്തെ എപ്പോഴും വേദനയുള്ളൊരു ജീവിതമായിരിക്കും. അതാ അവൻ അവനെ തന്നെയും ചെയ്യും, മറ്റുള്ളവരും അവനെ ചതയ്ക്കും. വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും എപ്പോഴും മുറിവേൽക്കും. ശരീരവും മനസ്സും ഒക്കെ എപ്പോഴും മുറിവേറ്റൊരവസ്ഥയായിരിക്കും അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയാണല്ലേ നിങ്ങളുടെ ജീവിതം? മറ്റുള്ളവരുടെ വാക്കുകളാൽ നിങ്ങൾ മുറിവേൽക്കുന്നു. പലരുടെയും ദേഹോപദ്രവ നിമിത്തം നിങ്ങൾ ചതഞ്ഞിരിക്കുന്നു. ശരീരത്തിന് സുഖമില്ലാത്തൊരവസ്ഥ. അശുദ്ധാത്മാവ് ജീവിതത്തിൽ വന്നാൽ ശരീരത്തിന് സുഖമില്ലാത്തൊരവസ്ഥ, എപ്പോഴും രോഗം. ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പവും കാണില്ല, പക്ഷെ ശരീരമൊക്കെ എപ്പോഴും വരിഞ്ഞു മുറുകുന്നത് പോലെയും പെയിൻഫുൾ ആയിട്ടുള്ളതും വൗണ്ടഡ് ആയിട്ടുള്ളതും മുറിവിനകത്തുള്ള വേദന പോലെ എപ്പോഴും ശരീരം വേദനിച്ചുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ തന്നെ ആയിരിക്കും അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. എന്നാൽ യേശു ഇവനെ കണ്ടു. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടു. ആ വാക്ക് ഭയങ്കര പ്രചോദനം തരുന്നൊരു വാക്കാണ്. യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടു. ഹേയ്, ഞാനും നിങ്ങളും ഒക്കെ യേശുവിനെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടൊന്നും അല്ല കർത്താവിൻ്റെ നാമം സത്യമാണെന്നറിഞ്ഞിറങ്ങിയത്.
ഞാനും നിങ്ങളുമൊക്കെ ഒരു കൊച്ചു നിലാ വെളിച്ചം പോലെ എവിടെയോ ദൂരത്ത് ദൈവത്തിൻ്റെ പ്രഭയെ, ദൈവത്തിൻ്റെ സാഹചര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവത്താലുള്ള സാധ്യതകളെയൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ പല അശുദ്ധാത്മാവിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നേക്കുന്നത്. എന്നിട്ടും ഇന്നും പൊട്ടാത്ത ചില ചങ്ങലകളുണ്ടെങ്കിൽ, എന്നിട്ടും ഇന്നും തകരാത്ത ചില ബന്ധനങ്ങളുണ്ടെങ്കിൽ, എന്നിട്ടും ഇന്നും പൊറുക്കാത്ത ചില മുറിവുകളുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് ഇന്നെൻ്റെ യേശു ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി വന്നത്. ഞാൻ പറയുന്നു, ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി യേശു വന്നു. സത്യം 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 തന്നെ. എന്നാൽ യേശുവിനെ ഇവന്റെ അരികിലേക്ക് വിളിച്ചു വരുത്താനുള്ള കാരണം ഇവന്റെ നിലവിളിയാണ്. സത്യം സത്യം സത്യമാണ്. പക്ഷെ യേശുവിനെ വേഗത്തിൽ ഇവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഇവന്റെ മേലുള്ള ലഗ്യോന്യ പ്രവൃത്തികളാണ്. നീ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബന്ധനങ്ങളുള്ള സമയത്തല്ലേ? ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ സമാധാനം നീ അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കരഞ്ഞു നിലവിളിച്ച സമയത്തല്ലേ? ഏറ്റവും കൂടുതൽ ദൈവശക്തി ശരീരത്തിൽ അനുഭവിച്ചിട്ടുള്ളത് പലരും നിന്നെ ബന്ധിച്ചു വിലങ്ങു വെച്ചപ്പോഴല്ലേ? ഇവിടെയും ഇവൻ രാവും പകലും ഇടവിടാതെ മലകൾ തോറും കാടുകൾ തോറും കല്ലറ തോറും കയറി ഇറങ്ങി നിലവിളിച്ചത് ഇവന്റെ ദീനരോധനത്തിൽ നിന്നാണ് എന്നിരിക്കെ, ഇവനെ നിലവിളിപ്പിക്കുന്നത് ഇവന്റെ മേൽ പ്രവർത്തിക്കുന്ന ലഗ്യോന്യ ശക്തികളാണെന്ന് ദൂരത്ത് നിന്ന് എന്റെ ദൈവം കണ്ടതുകൊണ്ടാ ഈ ഒരു മനുഷ്യനു വേണ്ടി, ഈ ലഗ്യോനെ തകർക്കാൻ വേണ്ടി എന്റെ യേശു ഇന്ന് അവന്റെ ഭവനത്തിൽ, അതെ അവന്റെ ഭവനത്തിൽ, അവന്റെ പാർപ്പ് കല്ലറകളല്ലേ അതല്ലേ അവന്റെ ഭവനം? അവന്റെ പാർപ്പ് മലനിരകളല്ലേ അതല്ലേ അവന്റെ ഭവനം? അവന്റെ പാർപ്പ് വനാന്തരങ്ങളല്ലേ അതല്ലേ അവന്റെ ഭവനം? അവനുള്ള സ്ഥലത്ത് എന്റെ യേശു കാലുകുത്തിയത്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ അവന്റെ ബന്ധനങ്ങളാണ് എന്റെ യേശുവിന്റെ മാനിഫെസ്റ്റേഷൻ. അവന്റെ പ്രശോഭ, അവന്റെ പ്രഭ അവന്റെ ഭവനത്തിൽ വെളിപ്പെടുത്തിയത് അവന്റെ ബന്ധനങ്ങളാണ്. അവന്റെ തേജസ് വിളിച്ചിറക്കിയത് അവന്റെ ചങ്ങലകളാണ്. അവന്റെ ദേശത്തിന്റെ യേശുവിനെ വരുമാറാക്കിയത് അവന്റെ ചതവുകളാണ് എന്റെ യേശുവിനെ മുഖാമുഖമായി കാണുവാൻ അവന് ഭാഗ്യം ലഭിച്ചത്. ഈ നാളുകളിൽ നീ ഏറ്റവും വലിയ ബന്ധനത്തിനകത്തായിരിക്കുന്നെങ്കിൽ, ഈ നാളുകൾ നീ ഏറ്റവും വലിയ ദുഃഖത്തിനകത്തായിരിക്കുന്നെങ്കിൽ, ഈ നാളുകൾ നീ ഏറ്റവും വലിയ പിരിമുറുക്കത്തിനകത്തായിരിക്കുന്നെങ്കിൽ, ദൂരത്ത് നിന്ന് നീ ഒരു ശബ്ദം കേൾക്കുകയാ. ഇത് തിരുവനന്തപുരത്ത് നിന്ന് സൗദി അറേബ്യ വരെ നീ ഒരു ശബ്ദം കേൾക്കുകയാ. തിരുവനന്തപുരത്ത് നിന്ന് USA വരെ നീ ഒരു ശബ്ദം കേൾക്കുകയാ. തിരുവനന്തപുരത്ത് നിന്ന് ദൂരത്തിരിക്കുന്ന പത്തനംതിട്ടയിൽ, കൊല്ലത്ത്, കോട്ടയത്ത്, കോന്നിയിൽ, മണിയാറിൽ, കാസർഗോഡ്, ഹൈദരാബാദ്, നീ ഇരിക്കുന്ന എവിടെയാണോ ആ ദൂരത്ത് നിന്ന് നീ ഒരു ശബ്ദം കേൾക്കുകയാ. ഇവിടെ ദൂരത്ത് നിന്നൊരു പ്രകാശം കാണുന്നു. ഈ മനുഷ്യൻ ബന്ധനത്തിലായിരിക്കുമ്പോഴും ദൂരത്ത് നിന്നൊരു പ്രകാശം കാണുന്നു. ഈ മനുഷ്യൻ ചങ്ങലകൾ ധരിച്ചിരിക്കുമ്പോഴും ദൂരത്ത് നിന്നൊരു പ്രകാശം കാണുന്നു. അത് ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന, ചങ്ങലകളെ തകർക്കുന്ന യേശുവിന്റെ പ്രഭ, യേശുവിന്റെ ശക്തി, യേശുവിന്റെ സാന്നിധ്യം. ഇന്നെന്തോ നടക്കാനുണ്ട്, ഇന്നെന്തോ നടക്കാനുണ്ട്, ഇന്നെന്തോ നടക്കാനുണ്ട്. അത് ഈ ലഗ്യോന് മനസ്സിലായി. പക്ഷേ വീണ്ടും ഞാനൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഈ മനുഷ്യനിൽ കാണുന്നു. ഒന്ന്, യേശുവിനെ കണ്ട സന്തോഷം. രണ്ട്, യേശുവിനെ കണ്ട ഭയം. ഒന്ന്, യേശുവിനെ കണ്ട സന്തോഷം, അത് ഓടി അവനെ വരുമാറാക്കിയത്. രണ്ട്, യേശുവിനെ കണ്ട ഭയം. സത്യം നീ തിരിച്ചറിയുമ്പോഴും നിന്നെ അറ്റാക്ക് ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഭയപ്പെടും. ഈ ഭയം നിന്നെ പിന്തിരിപ്പിക്കല്ല്. ഈ ഭയം നിന്നെ പിന്തിരിപ്പിക്കരുത്. സത്യം നീ അറിയുമ്പോഴും സത്യം നിന്നെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട്.
ഒത്തിരി കാര്യം എനിക്ക് അതിൽ നിന്ന് പറയണമെന്നുണ്ട്, പക്ഷെ സമയം ഒത്തിരി മുമ്പോട്ട് പോയി, ഞാൻ അതുകൊണ്ട് നിർത്തുക. ഇവിടെ നോക്കുക, അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന്, ഇവനെ നിൽക്കുന്നിടത്തുനിന്ന് ഓടിച്ച് യേശുവിന്റെ അരികെ വരെ എത്തിച്ചത് അവന്റെ റിയാലിറ്റിയാണ്. അവൻ അറിയാം എന്റെ രക്ഷകനാണ് വരുന്നത്, അവൻ അറിയാം. കാരണം ഇവൻ കല്ലറകൾ തോറും മലകൾ തോറും നിലവിളിച്ച് നടന്നു എന്ന് പറഞ്ഞപ്പോ ഒരു പ്രകാശം ജീവിതത്തിൽ വരണേ എന്നുള്ള നിലവിളിയായിരുന്നു. ഇവനെ ബന്ധിച്ചപ്പോ ഈ ചങ്ങലകളുടെ ബന്ധനത്താലുള്ള എന്റെ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നുള്ള നിലവിളിയായിരുന്നു. അവൻ കല്ലുകൊണ്ട് ചതച്ചപ്പോ എന്റെ ഈ മുറിപ്പാടുകളിൽ നിന്ന് എന്നെ ഒന്ന് സൗഖ്യമാക്കണേ എന്നുള്ള നിലവിളിയായിരുന്നു. അതുകൊണ്ട് ഇവന്റെ ഉള്ളിൽ അറിയാം ഒരു രക്ഷകനുണ്ട്. 2, അത് അവനെ ഓടിച്ചത്, അവൻ നിന്ന സ്ഥലത്ത് നിന്ന് ഓടിച്ചത്, അതാ ഓടിച്ച് ദൈവപുത്രന്റെ അരികു വരെ എത്തിയപ്പോ പേടിക്കുന്ന ഒരു റിയാലിറ്റി വെളിപ്പെടുകയാണ്. ഓടിച്ച് അടുത്ത് മുട്ടുകുത്തിയപ്പോ മുട്ടുകുത്തുന്ന ആള് വേറെയാ. മുട്ടുകുത്തിയിട്ട് പറയുന്ന ഇതാണ്, കർത്താവേ, അവിടെ പേരും നാളും ഒക്കെ അറിയാം. അവനെ നമസ്കരിച്ചു, ഉറക്ക നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണേ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ അശുദ്ധാത്മാവിന് അവനെ എന്തിന് വിധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിട്ടറിയാം. ഒന്ന്, ദൈവത്തിന്റെ കൽപ്പനയും ശക്തിയും അശുദ്ധാത്മാവിന്റെ മേൽ ദണ്ഡനമായിട്ടാണ് വെളിപ്പെടുന്നത്. അതായത് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു പോകാൻ പോകുന്ന അശുദ്ധാത്മാക്കൾ വെറുതെ പോകുവോ ഈ ശബ്ദം കേട്ടല്ല പോകുന്നത്, ദണ്ഡിപ്പിച്ചുകൊണ്ട് അവനെ നിന്റെ ജീവിതത്തിൽ നിന്ന് തകർക്കും. കാരണം നിന്നെ കുറെ കാലം അത് ദണ്ഡിപ്പിച്ചതാണല്ലോ. അപ്പൊ അടുത്തത്, ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അടുത്ത വാക്ക്, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതല്ല, അത് പുറത്താക്കപ്പെടേണ്ടതാണ്. കമോൺ. അപ്പൊ ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ ചതവുകളും നിന്ദകളും ദുഷ്പേരും വട്ടപ്പേരും പരാജയങ്ങളും ദുഃഖവും നിലവിളിയും മുറിവുകളും എല്ലാം ഈ അശുദ്ധാത്മാവ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സംഭവിച്ചതും ഇത് പുറത്താക്കപ്പെടേണ്ടതുമായ ഒരു സത്യവും വസ്തുതയും കൂടെയാണ്. അതായത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ശാശ്വതമായ ഒരു സമാധാനവും സ്വസ്ഥതയും വേണമെങ്കിൽ ഈ അശുദ്ധാത്മാവിനെ നീ പുറത്താക്കണം. പറ്റുമോ? യേശു വന്ന് അവന് കഴിയാത്തൊരു കാര്യം ചെയ്യുകയാണ്, അതിനെ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ അകത്തെ മനുഷ്യന് ജീവൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങണം, അശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തെ ഇതുപോലെ തകർച്ചയിലാക്കുന്ന ദുരാത്മാവേ, എന്റെ ജീവിതം വിട്ട് പുറത്തു പോകാം. പറഞ്ഞു തുടങ്ങണം, വായി തുറക്കണം. ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകാൻ എന്ന് കൽപ്പിച്ചു. 9-ാമത്തെ വാക്യം, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് പറയുമ്പോ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. പലരാണെങ്കിൽ പല സംസ്കാരമാണ്. ദുരാത്മാക്കൾക്കെല്ലാം ഒരേ സംസ്കാരമാണ് എന്ന് പറയുമ്പോഴും, അശുദ്ധാത്മാക്കൾക്കെല്ലാം ഒരേ സംസ്കാരമാണെന്ന് പറയുമ്പോഴും, അശുദ്ധാത്മാക്കൾക്കെല്ലാം ഓരോ പ്രവൃത്തികളാണ്. അപ്പൊ ഞങ്ങൾ പലരാണ് എന്ന് ഞങ്ങൾ പലരാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല പ്രശ്നങ്ങൾ ഈ മനുഷ്യനുണ്ടായിട്ടുണ്ട്. ഈ അശുദ്ധാത്മാക്കൾ ജീവിതത്തിൽ നിൽക്കുമ്പോ ഒന്നല്ല പ്രശ്നങ്ങൾ പലതാ. അപ്പൊ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും പല തകർച്ചകളും പല ഊരാക്കുടുക്കുകളും ഇവന്റെ ജീവിതത്തിൽ കൊണ്ടിട്ടത് ഈ പലരാണ്, പല ആത്മാക്കളാണ്. യേശു അതാ ചോദിച്ചത്, ഹു ആർ യു? അവിടെ പറഞ്ഞത് ഞങ്ങൾ ലെഗ്യോനാണ്, ഞങ്ങൾ പലരാ. അപ്പൊ പ്രശ്നവും പ്രതിസന്ധിയും ഒന്നല്ല, പലതാണെങ്കിൽ പലതാ സാഹചര്യങ്ങളും അവസ്ഥകളും. നിങ്ങളെ അങ്ങനത്തെ അവസ്ഥയിലാക്കുന്നത് പലരാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയണം, ഒരു ദൈവപ്രവൃത്തി
നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ,
താങ്ക് യു ഗോഡ്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് അല്ലേ? ഓക്കെ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്ന സ്ഥലം, അവന്റെ മേലുണ്ടായിരുന്ന ബന്ധനങ്ങളാണ് യേശുവിനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നത്. ഓക്കെ. ഒരു ഡിമൺ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒന്നിനു പുറകെ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സാത്താന്റെ കേന്ദ്രത്തിൽ നിന്നും ഒന്നിലധികം ദുരാത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ മേൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. മഗ്ദലനക്കാരത്തി മറിയെ 7 ഭൂതങ്ങൾ അവരുടെ മേലുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അശുദ്ധാത്മാക്കൾക്ക് എല്ലാവർക്കും കൂടെ 6000 ഭൂതങ്ങൾക്ക് ഇരിക്കാൻ വളരെ ചെറിയ സ്ഥലം മതി എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഗ്യോന്യ ശക്തികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവന്റെ ജീവിതം എന്ന് പറയുന്നത് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. രാത്രിയിൽ ആ അവസ്ഥയിൽ നിന്ന് സമയം ഒത്തിരി മുമ്പോട്ട് പോയോണ്ട് എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഡീപ്പായിട്ട് പോകാൻ ഇനി കഴിയത്തില്ല. ഇന്ന് ആ അവസ്ഥയിൽ നമുക്ക് കർത്താവ് സ്വാതന്ത്ര്യം തരാൻ പോവുകയാണ്. അടുത്ത ആ സ്പിരിറ്റ് പറഞ്ഞൊരു വേർഡ്, ആ സ്പിരിറ്റിന് ഇഷ്ടപ്പെട്ട ഒരു ലോക്കൽ ഏരിയ ഉണ്ട്. ആ ദുരാത്മാവ് യേശുവിനോട് പറഞ്ഞ വാക്കിതാണ്, ഞങ്ങളെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കരുത്. അങ്ങനെയല്ലേ പറയുന്നത്? ഞങ്ങൾ അയക്കരുത്, ഞങ്ങളെ നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. എന്നിട്ട് ആ ദുരാത്മാവ് പറയുന്ന ഒരു വേർഡ് ഇതാണ്, മലയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ കുറച്ച് പന്നികൾ മേഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, ഞങ്ങളെ അവരുടെ മേലാക്കണം എന്ന് പറഞ്ഞാൽ ആ ഏരിയ വിട്ടുപോകാൻ മനസ്സില്ലാത്ത ഒരു ലോക്കൽ, അത് തന്നെ ആ ദുരാത്മാവ്. അപ്പൊ ലോക്കൽ ഏരിയയിൽ നിൽക്കാൻ ആഗ്രഹമുള്ള ഒരവസ്ഥ വിട്ടുപോയിട്ട് വീണ്ടും വരുന്നുണ്ടോ? ഒരു തകർച്ചയിൽ നിന്ന് കരകയറിയിട്ട് വീണ്ടും ആ തകർച്ചയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് ചിന്തയുണ്ടോ? ഒരു രോഗം വിട്ടുപോയിട്ട് വീണ്ടും വരുന്നുണ്ടോ? ഒരു അസമാധാനം വിട്ടുപോയിട്ട് വീണ്ടും വരുന്നുണ്ടോ? ആ ലോക്കൽ ഏരിയ വിട്ടുപോകാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവർക്ക് തന്നെ നമുക്ക് അശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയം അവർക്ക് വിവിധങ്ങളായ വികാരങ്ങളും തിരഞ്ഞെടുക്കാനുള്ള അധികാരങ്ങളും ആഗ്രഹവും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു ദുരാത്മാവിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, വിവിധങ്ങളായ വികാരം, അതാണ് ആ വികാരങ്ങളിൽ ഒന്നാണ് കാണിക്കുന്നത്, നിലവിളിച്ചു കൊണ്ടുപോയി. രണ്ടാമത്തെ വികാരം സ്വന്തം ശരീരത്തെ തന്നെ ദണ്ഡിപ്പിക്കുന്ന വികാരം. അപ്പൊ സ്വന്തമായ വികാരങ്ങൾ, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം, ആഗ്രഹങ്ങൾ, ഇതെല്ലാം ദുർഭൂതങ്ങൾക്കും ഉണ്ട്. ആ ആഗ്രഹങ്ങൾ അവൻ ഒരു മനുഷ്യനിലൂടെയാണ് അവൻ സാധ്യമാക്കിയെടുക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ അവനെ പുറത്താക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ ദുരാത്മാവിന് കഴിയുകയില്ല. ഞാൻ ലളിതമായി പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം യേശു എടുത്തതുപോലെ എടുക്കുകയാണെങ്കിൽ, പുറത്താക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി കൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ആ പന്നിക്കൂട്ടത്തിന്റെ മേൽ ചെന്നതും കടും തൂക്കത്തോടെ അത് വെള്ളത്തിലേക്ക് പാഞ്ഞു ചെന്ന് ചത്തു, വീർപ്പുമുട്ടി ചത്തു എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വീർപ്പുമുട്ടലായിരുന്നു, അല്ലേ? ഇത് പന്നിക്കൂട്ടത്തിന്റെ മേൽ ചെന്നപ്പോ അത് വീർപ്പുമുട്ടി കടും തൂക്കത്തോടെ ചത്തെങ്കിൽ, ഒന്ന് അകാരണമായ ഭാരം, അതാ കടും തൂക്കം, അകാരണമായ ഭാരം ആ അവസ്ഥയിലാണോ? രണ്ട്, വീർപ്പുമുട്ടൽ, ആരോടും എന്നും പറയാൻ കഴിയാത്ത വീർപ്പുമുട്ടൽ, പറഞ്ഞിട്ടും റിലീഫ് ആവാത്ത വീർപ്പുമുട്ടൽ.
എന്ത് പറയാനാ എന്നുള്ള വീർപ്പുമുട്ടൽ, പറഞ്ഞിട്ടും എന്തിനാ എന്നുള്ള വീർപ്പുമുട്ടൽ, എല്ലാത്തിനെയും കുറിച്ച് ഓർത്തുള്ള വീർപ്പുമുട്ടൽ. ആ അവസ്ഥയിലല്ലേ ഇന്ന് കടന്നു പോകുന്നത്? ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ആ ദുരാത്മാവ് ഉണ്ടായിരുന്നപ്പോ ഇത് തന്നെയാണ് അവസ്ഥ, വീർപ്പുമുട്ടലും ഭാരവും. ആ അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ സ്വതന്ത്രനാക്കാൻ ഇന്ന് കാലുകുത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടും പറയുന്നു, യേശു ഇത് നിന്നെ സ്വതന്ത്രമാക്കും. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് അടച്ച്, നിങ്ങളുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ഇന്ന് രാത്രിയിൽ എന്നെ വിട്ട് പുറത്തു പോകട്ടെ. അത് യേശുവിൻ്റെ കാൽക്കീഴിലേക്ക് പോകട്ടെ. വായികൾ തുറന്ന് അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷയോടെ ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ ഒന്ന് തുടരുക. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ ഒന്ന് തുടരുക. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ തുടരുക. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ തുടരുക. ഈ യൂട്യൂബിൽ എന്നെ കാണുന്ന ദൈവമക്കൾ അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ ഇറങ്ങുന്നത് നീ ഒന്ന് ആത്മക്കണ്ണിൽ കണ്ടേ, ആത്മകണ്ണിൽ ഒന്ന് കണ്ടേ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അരികിൽ നിൽക്കുന്നത് ആത്മക്കണ്ണിൽ കണ്ടേ. ശക്തി, ഒരു വലിയ ദൈവശക്തി ഇന്ന് നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വിശ്വാസത്തോടെ ഇത് രാത്രി തിരിച്ചറിയുന്നവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും, വ്യത്യാസങ്ങൾ വരും, വ്യത്യാസങ്ങൾ വരും. അത് വിശ്വാസത്തോടെ തിരിച്ചറിയുന്നവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരും, വ്യത്യാസം വരും. അടിക്കടിയുള്ള ആപത്തുകൾ അത് ചില കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ്. അടിക്കടിയുള്ള ആപത്തുകൾ, ആക്സിഡന്റുകൾ, അപകടങ്ങൾ ചില കുടുംബങ്ങളെ വിട്ടു മാറുന്നു. ഈ ഭയങ്കരമായ ലേറ്റൻസി ജീവിതത്തിൽ കൊണ്ടുവരുന്ന, എല്ലാത്തിനും കാലതാമസം ജീവിതത്തിൽ കൊണ്ടുവരുന്ന സ്പിരിറ്റ് അഴിയുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കൈകൾ നീട്ടുകയാണ്. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ. കർത്താവേ, ജനത്തിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ട് പല മുഖങ്ങളും ഇന്ന് തകർന്നതിനായി, ശത്രുവിന്റെ കെട്ടുകൾ അഴിഞ്ഞതിനായി, ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്, എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.